ഏവർക്കും നമസ്കാരം. മേനാ വടക്കഞ്ചേരിയാണ്, പാലക്കാട് ലെൻസിൽ നിന്ന്. ഇന്നത്തെ വീട്ടുവിശേഷം പാലക്കാട് മാട്ടുമന്ത മുരുകണയിൽ നിന്നാണ്. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് റോഡുണ്ടല്ലോ, ആ റോഡിൽ നിന്ന് മലമ്പുഴ മാതൃഭൂമി വഴി മാട്ടുമന്ത, അതായത് മാതൃഭൂമിയുടെ അടുത്ത സ്റ്റോപ്പായിട്ടാണ് ഇത് വരിക. ഏകദേശം ഇത് പാലക്കാട് ടൗണിൽ നിന്നുള്ള ദൂരം നോക്കുകയാണെങ്കിൽ 3 കിലോമീറ്ററും, അതേപോലെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആണ് ഇതിലേക്കുള്ള ദൂരം വരുന്നത്. ഇനി നമ്മൾ വീട്ടുവിശേഷത്തിലേക്ക് പോകാം. 5.15 സെൻറ്റിൽ ഏകദേശം 1750 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഫുള്ളായിട്ടും ചെങ്കല്ലിൽ തന്നെ തീർത്തിട്ടുള്ള ഒരു വീടാണ്. ഇനി നിങ്ങൾക്ക് ഈ മുറ്റത്ത് നോക്കാം, ഈ വീഡിയോയിൽ ഏകദേശം 3 കാറ് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതിൽ. അതേപോലെ 4 സൈഡും കോമ്പൗണ്ട് വാള് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാതിൽ, ജനല് കാര്യങ്ങളെല്ലാം തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ടൈൽസൊക്കെ വലിപ്പത്തിലുള്ള ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വാളും അതേപോലെ ഔട്ടറൊക്കെ പുട്ടി ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പെക്സ് ആണ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് അത്രയ്ക്കും വൃത്തിയായിട്ട് തന്നെയാണ് ഇതിൽ, എന്താ പറയുക, ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളെ കണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ള പോലെ തോന്നില്ല. കാരണം അത്രയും പെർഫെക്ഷൻ ആയിരിക്കും ഇതിൻ്റെ വർക്കുകളെല്ലാം തന്നെ. അത് കാരണം പറയാൻ പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുമല്ലോ. സാധാരണ ഒരു വീട് ഒരു കസ്റ്റമർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ വാസ്തുപ്രകാരമൊക്കെ വന്ന് നോക്കണ്ട, അതൊക്കെ ധൈര്യമായിട്ട് നോക്കാം. കാരണം അത്രയും പെർഫെക്ഷൻ ഉണ്ടാവും വീട്ടിൽ. അതേപോലെ റൂം സൗകര്യം നോക്കുകയാണെങ്കിൽ താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ്. പിന്നെ വലുപ്പത്തിലുള്ള ഹാള്, ആ ഹാള് തന്നെ 2 സെക്ഷൻ പോലെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. കാരണം ഡൈനിങ്ങും കൂടെ സെപ്പറേറ്റ് ആകാണ്ട് ഓപ്പൺ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോർണറിൽ ഇപ്പോൾ നിങ്ങൾക്കിതിൽ കാണാം, അത്രയും വൃത്തിയിൽ തന്നെ അതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കിച്ചണിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതിൽ നോക്കാം, 2 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഈ ഗ്യാസ് അടുപ്പ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ടൈലും കാര്യങ്ങളും കളർ വേരിയേഷൻ കാണാം അടുക്കളയിലായതുകൊണ്ട്. അതേപോലെ ഇനി അടുത്തത് സെക്കൻഡ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു വർക്ക് ഏരിയ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യാണ്ട് അതുമായിട്ട് കണക്റ്റഡ്. ഇപ്പോൾ ഈ ആലുവ അടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ നമുക്ക് അത്രയും കൂടെ സ്പേസ് ഇല്ല, കാരണം 5 സ്പ്രിൻ്റ് ആയതുകൊണ്ട് അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെയർ കേസ് നോക്കുമ്പോൾ നമുക്ക് ആ വുഡിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെ ആ ടൈല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റെയർ കേസിൽ ആ പിടികളൊക്കെ കൊടുത്തിട്ടതെല്ലാം തേക്കിൽ തന്നെയാണ്. അത് ഞാൻ അത്യാവശ്യം ക്ലിയറായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോക്കാം. ഇനി അടുത്ത് നമ്മൾ സ്റ്റെയർ റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റെയർ റൂം തന്നെയാണ് ഇത്. ഇപ്പോൾ ഇതിൻ്റെ പരിസരം ഞാൻ കാണിച്ചതാണ്, കാരണം ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വീടാണോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാവും. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ വ്യൂ കാണിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ മേലെ വരുന്നത് 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതും 2ഉം അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള അതേ സെയിം ഇതിലുള്ള വീടുകൾ തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു തരാം, പേഴ്സണലി വാട്സപ്പിൽ അത് അയച്ചു തരാം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ മേലെ 2 റൂമാണ് വരിക, 2ഉം അറ്റാച്ച്ഡ് ആണ്. ഇതിലിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാം, ഞാൻ ബാത്റൂം ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിൽ ഈ ഫിറ്റിങ്സുകളൊക്കെ പെൻഡിങ് ആണ്. അതായത് ഇപ്പോൾ വന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ആണെങ്കിലാണ് അത് ഫിറ്റ് ചെയ്യുക. കാരണം അതൊരു 1 വീക്ക് വർക്ക് ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ ഇപ്പോൾ ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫുൾ ബ്ലാങ്ക് വീട്, അത് വേറൊന്നും അല്ല. അത് ഇപ്പോൾ ഈ വീട് കാണാൻ വരുന്നവർ ചിലപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഈ വാങ്ങാൻ വരുന്നവർക്കൊരു ഇത് തോന്നണ്ട എന്നുള്ള ലെവലിലാണ് അത് പെൻഡിങ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഇപ്പം കാണുന്നത് ഇതിന് 2 ബാൽക്കണിയാണ് വരിക. ഞാൻ ഫസ്റ്റ് ഒരെണ്ണം കാണിച്ചു ഫ്രണ്ട് സൈഡിൽ, ഇത് ബാക്ക് സൈഡിലാണ് വരിക. ഇതിലൊരു സ്റ്റെയർ കേസ് മേലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വാട്ടർ ടാങ്ക് വരുന്നത് ഏകദേശം 5000 ലിറ്റർ കപ്പാസിറ്റിയിലാണ് വരിക. ബോർവെൽ കണക്ഷനും മലമ്പുഴ പൈപ്പ് കണക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് പറയുന്ന ഒരു വില 68 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു.